എല്ലുകറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പില ഇതെല്ലാം ഒരു പാത്രത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള പൊടികൾ: മല്ലിപ്പൊടി, ബീഫ് മസാല, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി ഞാൻ കുറേ എടുത്തിട്ടുണ്ട്. 2 കിലോ ബീഫാണ് വാങ്ങിയിട്ടുള്ളത്, അപ്പോൾ കുറേ എടുത്തിട്ടുണ്ട്, ഒരു എരിവ് വേണം. പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്ര പൊടികൾ എടുത്തിട്ടുണ്ട്. എല്ല് കറി വേറെ തന്നെ ആക്കിയിട്ടാണ് കപ്പ ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. 2 കിലോ ബീഫിൻ്റെ എല്ല് വാങ്ങിയിട്ടുണ്ട്. ഇതിനി നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. ബീഫ് ഇതുപോലെ നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട്. ചോരെല്ലാം കളഞ്ഞ് കഴുകിയെടുത്ത് ഇനി അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച എല്ലാം മിക്സ് ചെയ്യാം. പൊടികളും മിക്സ് ചെയ്യുന്നു. ബീഫിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് വെക്കുന്നു. നല്ലോണം ഒന്ന് തിരുമ്മി ഇതുപോലെ യോജിപ്പിക്കുക. കുരുമുളക് പൊടി എല്ലാം ശരിയായിട്ട് എണ്ണയും വെള്ളവും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ചേർത്ത് വെക്കുന്നു. എല്ല് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. കുറേ സമയം വേവിക്കണം, എന്നാലേ വെന്ത് കിട്ടും. എന്നിട്ട് വെന്ത് വറ്റിക്കോളും. ഇനി അടുപ്പത്ത് വെക്കാം. നല്ലോണം വേവട്ടെ. ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോളം തന്നെ വേവുണ്ട്. പകുതി വേവായിട്ടുണ്ട്. ഇനി ഇത്രയും കൂടി തന്നെ സമയം വേവട്ടെ. എല്ല് നെയ്യെല്ലാം തെളിഞ്ഞ് നല്ല വേവായിട്ടുണ്ട്. നമ്മളെപ്പോൾ അടുപ്പിൽ ഇങ്ങനെ വിറകടുപ്പിൽ വെക്കുന്ന ഭക്ഷണത്തിന് നല്ല രുചി ഉണ്ടാകാം. ഇനി കപ്പ കഴുകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ആട്ട്. ഒരു കാര്യത്തിൽ കേട്ടോ അപ്പോൾ വരയ്ക്കാം. മാങ്ങയുണ്ട് ഉണ്ടാവുകയാണ്. ഒന്ന് മഴക്കാറായിരുന്നു. തന്നെ കണ്ടിരിക്കാൻ നോക്കും. അച്ചാത്തിന് കൊണ്ടുപോയാ അവൾ അച്ചാത്തി ഒന്ന് വിളിക്കുന്ന. ഇനി ഇതിട്ട് മിക്സ് ചെയ്തിട്ട്